ബഹറുൽ ഉലൂമിന് ഇഷ്ടപ്പെട്ട കാര്യം മാത്രമായിരിക്കണം അഹ്സനികളായ നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അഹ്സനിയുടെ കാര്യം ഞങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാതെ ദുഃഖത്തിലാണ്. ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളെയെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളുണ്ടായിപ്പോയി. അയാൾ തന്നെ രാവിലെ ഒരു പ്രസംഗം ചെയ്തിട്ട് വൈകുന്നേരം അതിനെ തിരുത്തി ഗണ്ണിച്ചതും നമ്മൾ കേട്ടതാണ്. രാവിലത്തെ പ്രസംഗത്തെ വൈകുന്നേരം ആയപ്പോൾ ഗണ്ണിച്ചു. പിന്നെ ഗണ്ണിച്ചിട്ട് പിന്നെ എവിടെ നിൽക്കാതെ ഇരുന്നത് അല്ലാഹു ആലം. അത് റഈസുൽ ഉലമയുടെ റിള ഇല്ലാത്തത് കൊണ്ട് ബഹറുൽ ഉലൂമിന് റിള ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം. റഈസുൽ ഉലമയുടെ റിള ഉണ്ടായാൽ മാത്രമേ ബഹറുൽ ഉലൂമിൻ്റെ റിള ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ഉസ്താദന്മാരുടെ റിള ഉണ്ടായാൽ മാത്രമാണ് ബഹറുൽ ഉലൂമിന് റിളയുണ്ടാകുക. അപ്പോൾ ബഹറുൽ ഉലൂമും ഉസ്താദന്മാരെല്ലാവരുടെയും റിള ഉണ്ടായാൽ അല്ലാഹു തആല റളിയല്ലാഹു അൻഹും അള്ളാഹു അവർക്ക് പൊരുത്തപ്പെടും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും റഈസുൽ ഉലമയുടെ പൊരുത്തമനുസരിച്ചും അതുപോലെ ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂമിൻ്റെ പൊരുത്തമനുസരിച്ചും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ മുറുകെ പിടിച്ച് അതിൻ്റെ പ്രചാരകന്മാരായി ഹിക്മത്ത് പ്രകാരം ആരെയും ചീത്ത പറയാതെ ആരെയും അസഭ്യം പറയാതെ വളരെ നല്ല ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ആശയങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.